ഇടതുമുന്നണി വിട്ട് എങ്ങോട്ടേക്കും ഇല്ലെന്ന് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ നടക്കുന്ന വ്യാജ വാർത്തകൾ കൃത്യമായ വർഗീയ വിഷം തുപ്പുന്ന പ്രചരണങ്ങളാണ്. ഇതെല്ലാം ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. രാഷ്ട്രീയ ഭാവി നോട്ടമിട്ടിരിക്കുന്ന മുസ്ലിം ലീഗ് തന്നെയാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നത്. ലീഗ് സമസ്ത വിഷയത്തിൽ അദ്ദേഹം പ്രതികരിച്ചതിനെ വളച്ചൊടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന ഇത്തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അഹമ്മദ് ദേവർകോവിൽ മുമ്പ് മുസ്ലിം ലീഗിലേക്ക് പോകുന്നു എന്ന വാർത്ത ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയാണ്. ഇത്തരം ഒരു വാദം പ്രചരിപ്പിക്കുന്നതും മറ്റാരുമല്ല, മുസ്ലിം ലീഗ് തന്നെയാണ്. ഈ ഒരു വാർത്ത ആളി കത്തിക്കാനാണ് മുസ്ലിം ലീഗും പ്രവർത്തകരും ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അഹമ്മദ് ദേവർകോവിൽ. ഇത്തരം പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. INL നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്ക് പിന്നിലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണി വിട്ട് മുസ്ലിം ലീഗിൽ ചേരേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. ഇടതുപക്ഷ മുന്നണിക്ക് പുറത്തു പോകണമെന്ന ചിന്ത ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗുമായി ഒരു തരത്തിലുള്ള ബന്ധവും ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അഹമ്മദ് ദേവർകോവിൽ ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വിഴിഞ്ഞത്ത് നൽകിയ സംഭാവന വളരെ മികച്ചതായിരുന്നു. അദ്ദേഹത്തെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരാൻ UDF ക്യാമ്പിൽ തന്നെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം നിരസിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തകരുന്ന മുസ്ലിം ലീഗിലേക്ക് ഞാൻ എന്തിനു പോകണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇടതുപക്ഷത്തെ മൊത്തത്തിൽ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെയുള്ളൊരു പ്രചരണം. എന്നാൽ എല്ലാം ഒറ്റയടിക്ക് തകർന്നു പോയതാണ് നാം ഇപ്പോൾ കണ്ടത്. ഇന്നലെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിനെ തുടർന്ന് ഇത്തരമൊരു വാർത്ത പുറത്തുവിട്ടാൽ ഇടതുപക്ഷത്തിന്റെ ചെറിയ തരത്തിലെങ്കിലും മുറിവേൽപ്പിക്കാമെന്നാണ് കരുതിയത്. തുടർന്ന് അഹമ്മദ് ദേവർകോവിലിന്റെ തുറന്നു പറച്ചിൽ കൂടിയായപ്പോൾ ഇത് അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. തകരുന്ന മുസ്ലിം ലീഗ് എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആവശ്യമില്ലാതെ ഓരോ വിഷയം എടുത്തിട്ട് വടി കൊടുത്ത് അടിവാങ്ങിയ അവസ്ഥയിലിരിക്കുകയാണിപ്പോൾ.